ഒരു ആൾ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്തതാണ്. ഇറ്റ് വാസ് ഇൻ സം അതർ നെയിം ഇൻ ഇൻസ്റ്റഗ്രാം. സോ ഐ ആസ്ഡ് ഹിം. ആദ്യം അയാൾ വളരെ മോശമായിട്ടാണ് കമൻറ്റ് ചെയ്തത്. ദെൻ ആഫ്റ്റർ കമ്മിങ് ടു നോ ദാറ്റ് ഐ എം ഫ്രം പാലക്കാട്, അയാൾ പറഞ്ഞു ഞാനും അതേ സ്ഥലത്തുകാരനാണ്. ഓ, അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ പറയില്ലേ, ഭയങ്കര നന്നായി പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അയാളുടെ ആദ്യത്തേന് കമൻറ്റ് കൊടുത്തത്, റെസ്പോൺസ് കൊടുത്തത്. ദെൻ ഹി സെഡ്, അയ്യോ പ്രിയ, ഞാൻ പ്രിയ എങ്ങനത്തെ ആളാണ്, ഞാൻ പ്രിയയുടെ ആറ്റിറ്റ്യൂഡ്സും കോസ്റ്റ്യൂംസും ഡ്രസ്സിങ് സ്റ്റൈലും കണ്ടപ്പോൾ ഐ തോട്ട് ദ അതർ വേ. And he quoted me Bhabhi. You know the ways. Pala type of Bhabis are available. Yeah. So I said. Cameraman ആണോ വന്നു. I said, see buddy, this is the whole world. എൻ്റെ ജീവിതം എങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ നടക്കണമെന്നോ ഞാൻ തീരുമാനിക്കും. And I don't want you bloody to comment on this. Then he said, yeah, absolutely, പ്രിയനെ മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി, my calculation, I mean എന്നോട് സംസാരിച്ചപ്പോൾ my calculation അല്ലെങ്കിൽ understanding about you is absolutely wrong. ചൂണ്ടയിടായിരുന്നു. So then I started talking to him. Then he said, ഞാൻ socially respected ആയ ഒരാളാണ് പുറത്ത്, ഇതല്ല എൻ്റെ പേര്, ബട്ട് ഐ ഡോ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേര്, ഈ പേര് ഇപ്പം ഇങ്ങനെ തന്നെ നക്കല്ലേ എന്നല്ലേ. ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് ബോതർഡ് ടു നോ ഈവൻ വാട്ട് ഇസ് യുവർ നെയിം. ദെൻ ഹി വാസ് ടെല്ലിങ്, എനിക്ക് ഇത്ര വയസ്സായി, സോഷ്യലി റെസ്പെക്റ്റഡ് ഫാമിലിയാണ്, എന്നെയും എല്ലാവർക്കും അറിയാം, ബട്ട് എനിക്ക് ഫ്രസ്ട്രേഷൻ. ആദ്യം ഞാൻ വിചാരിച്ചു ഡോക്ടറെ കാണാം, എനിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻസ്റ്റാഗ്രാം ഇസ് ദ സൊല്യൂഷൻ. I have that chat documented with me. Escape. Happy Women's Day. Thank you so much. It is. ഡോക്യുമെൻ്റ് ചെയ്ത് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ മഹാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അയാളുടെ പേരൊന്നും എന്നോട് പറയില്ല, ഞാൻ ചോദിച്ചതുമില്ല. So Instagram is a solution for your bloody frustration and yes. ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ്, ആൾക്കാരെ ഒരു ചെറിയ മുട്ടയെന്ന് വരാത്ത പയ്യൻ എന്നോട്, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ എന്താണാവോ, ദിസ് ഇസ് സഹായിക്കണ മെൻറ്റാലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താ പറയൂ, ഗോ ഹെഡ്. അപ്പോൾ പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ, അപ്പൊക്ക് ഈ കാര്യം വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, പോയി ഡോക്ടറെ കാണുക, യു മീറ്റ് എ സെക്സോളജിസ്റ്റ്, ഹീൽ ഹെൽപ്പ് യു. അതൊക്കെ നാണക്കേടല്ലേ, എൻ്റെ വീട്ടുകാരറിഞ്ഞാൽ എന്ത് പറയും, അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് പറയാമെന്ന് വിചാരിച്ചു. പറഞ്ഞത്, എൻ്റെ അമ്മയുടെ നമ്പറും കൂടെ തായോ, ഞാൻ അവരെ വിളിച്ചിട്ട് മകൻ ഇങ്ങനെ ഒരു അസുഖമുണ്ട്, സൊല്യൂഷൻ ഒന്ന് കണ്ടുപിടിക്കൂ എന്ന് പറയാം. ദിസ് ഈസ് വൈ പീപ്പിൾ സേ ദാറ്റ് യു നോ പ്രിയ യു റെസ്പോണ്ട് വെരി വെൽ. ഇപ്പോൾ ആൾക്കാർ കുറേയൊക്കെ നിർത്തി തുടങ്ങി, പേടിയുണ്ട്. ഐ ഓപ്പൺലി ടെൽ ദം, ഭൈ ജാക്കെ അപ്പനെ മാ സെ പൂച്ചോ, വന്ന വഴി പോയി നോക്കാൻ. അതൊക്കെ ഞാൻ നല്ലോണം പറയും, ബട്ട് അത് പറഞ്ഞാലേ പറ്റുള്ളൂ. ബിക്കോസ് ഇങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും, ദേ ഡോണ്ട് നോ. പിന്നെ ശരിക്കുള്ള പേര് വെച്ചിട്ട് ഇവരാരും വരില്ല. അവരേതോ ലോകത്ത് എന്തോ ഇരുട്ട് മുറിയിലിരുന്നിട്ട് വർത്താനം പറയും. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയുടെ കേസ് പറഞ്ഞപ്പോഴാണ്. ഒരു കാലത്ത് ഞാൻ എന്തോ തിരുവനന്തപുരം ജില്ലേനെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വൻബഹളം. ഞാൻ എൻ്റെ പണിയെടുത്തിട്ട് നടക്കുമായിരുന്നു, എനിക്കിത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ അവസാനം പറഞ്ഞ ഞാനാണ് ഈ തിരുവനന്തപുരം ജില്ലേനെ പറ്റി ഞാൻ എന്തോ പറഞ്ഞു എന്നും അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായതെന്ന് അവസാനം അറിയുന്നത് ഞാനാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, നിസ്സാര പ്രശ്നം. അപ്പം ഞാൻ ഈ കമൻസൊക്കെ വായിച്ചപ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്തോട്ട് വാടാന്നൊക്കെ പറഞ്ഞു വൻ വെല്ലുവിളി, 100 കണക്കിന് കമൻസ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് പൊങ്കാലയാണ്, ആറ്റുകാൽ പൊങ്കാല. ഞാൻ എന്തോ പോണ്ടിച്ചേരിയിലോ മറ്റോ എവിടെയോ ആയിരുന്നു. എനിക്ക് 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ ആ സമയത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നു എവിടേക്കൊക്കെയോ. അപ്പം ഞാൻ ആറ്റുകാൽ പൊങ്കാല ആ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട് കുറേ സമയം കാത്തിരുന്നു, ആരാ എൻ്റെ കാലുവെട്ടാൻ വരുന്നതെന്ന്. ഒരു മനുഷ്യനും വന്നില്ല. ബട്ട് ദിസ് ഈസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല, ലോട്ട് ഓഫ് പീപ്പിൾ കണ്ടിന്യൂസ്ലി സേ, നമ്മുടെ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും, ദേ സേ ദാറ്റ് സച്ച് മെസ്സേജസ് കീപ് കമ്മിങ്. എനിക്കൊരു പെൺകുട്ടി മെസ്സേജ് അയക്കാറുണ്ട്. നൈസ്. ഒരെണ്ണയില്ലേ, എൻ്റെ കുറേ ഉണ്ട്, വേണമെങ്കിൽ തരാം 2 പെൺകുട്ടികളോ? ഇല്ല, ആണുങ്ങളെ തരൂ. എൻ്റെ അവർ മാത്രമേ. അല്ല, പിന്നെ പെൺകുട്ടികൾക്ക് ചൊറിയാണ്. എനിക്കൊരു കുട്ടി മെസ്സേജ് അയക്കാം. ഭാഗ്യം. അടുത്തത് എനിക്ക് വന്ന പ്രേമലേഖനങ്ങൾ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലിടാനല്ലേ. ഞാൻ എഴുതിയ പ്രേമലേഖനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ ഉണ്ടല്ലോ പ്രേമലേഖനം അമ്മയെ കൊണ്ട് ഇലയടി ഉണ്ടാക്കിച്ചിട്ട് ആ ഇലയടിയുടെ ഉള്ളിൽ പ്രേമലേഖനം എഴുതിട്ട് ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടിട്ടൊക്കെ എന്തിനാ പ്രേമലേഖനം കൊടുക്കും? അത് കള്ളക്കടത്ത് നടത്താൻ വേണ്ടിട്ട് വാടം കാണൂലേ. എന്നിട്ട് കിട്ടിയ ടീച്ചർക്കായിരുന്നു, കെമിസ്ട്രി ടീച്ചർ.
അത് പറഞ്ഞില്ല, എന്റെ പേരിൽ കുറെ ഫേക്ക് പ്രൊഫൈലും ഉണ്ട് അത്രേ. പിന്നെ ഞാൻ ഭയങ്കര സ്റ്റാർ ആയി. ഈയിടെ ഒരു വലിയൊരു സംവിധായകൻ എന്നോട് പറഞ്ഞാണ്, പിന്നെ അയാളുടെ പേരിൽ ഭയങ്കര സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുകയാണ്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ആരോ കാര്യമായിട്ട് മെസ്സേജ്, അയ്യോ എന്നോട് പറഞ്ഞു ടിൻഡറിൽ കണ്ടു മറ്റേ സാധനം. അതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്കറിയാം. ഞാൻ ലാബോ ടിൻഡറിലുണ്ട്, പിന്നെ സ്നാപ്ചാറ്റ്. കുഞ്ഞാണല്ലേ ടിൻഡർ എന്താന്നറിയാം. ടിൻഡർ ഇത് ഫോണിലൊക്കെ നേരത്തെ പറയാൻ നുണ പറയാറില്ല. അതുകൊണ്ടല്ല, ഫോണിൽ ആക്സസ് ചില ആൾക്കാർക്ക് കൂടുതലാണ്. എന്തിനാണ് കാരണം നമ്മളെക്കാട്ടിലും ആക്സസ് അവർക്കാണ്. നമ്മൾ വെറുതെ ആയുധം എടുത്തിട്ട് കൊടുക്കുന്നതല്ലേ. അതന്നെ അപ്പൊ നമ്മളും ഒരെണ്ണത്തിനെ വളർത്തണോണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് ടിൻഡറിലുണ്ട് ഇത്ര. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പോസ്റ്റ് ഇട്ടു, എനിക്കിങ്ങനെ ടിൻഡറിൽ അക്കൗണ്ട് ഇല്ല, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ സംസാരിച്ചോളൂ, കുഴപ്പമില്ല, പക്ഷെ പൈസ കൊടുക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ ഇതൊരു എൻ്റെ ഒരു ഫേക്ക് പ്രൊഫൈൽ, എൻ്റെ അതേ പേരിൽ പ്രിയദർശിനി ആർ മേനൻ, ഞാൻ പഠിച്ചത് മറ്റേ ഇവിടെ ഏതോ ഒരു ഫാഷൻ ഡിസൈനിങ് കോളേജിലാണ്, എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫേക്ക് പ്രൊഫൈൽ വന്നിട്ട്, എന്നിട്ട് ഇതിൽ ഡേറ്റിംഗ് ആപ്പ് ഇതുണ്ട് ഇത്രേ, സർക്കിളൊക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ, ഇത്രയൊക്കെ അറിയില്ല, അന്നാണ് ഞാൻ കാണുന്നത്. അതിലൊക്കെ കൊണ്ടുപോയിട്ട് എനിക്കിങ്ങനെ പുതിയ ആൾക്കാരെ കാണാൻ താല്പര്യമുണ്ട്, ആൾക്കാർക്ക് മെസ്സേജൊക്കെ പോയിടും. സീരിയസ്ലി ഓപ്പൺലി. എന്നിട്ട് ഞാനതെടുത്തിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഈ കംപ്ലയിൻറ്റ് സെല്ലുണ്ടല്ലോ, സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ അബ്രഹാമിനെ മെസ്സേജ് ചെയ്തു, അത് DGPക്ക്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ മെയിലിൽ നിങ്ങളുടെ കംപ്ലയിൻ്റ് ഒക്കെ അയക്കാൻ. സോ ദേ കോൾഡ് മീ, ദേ സെഡ് ഐദർ യു ഹാവ് ടു ലോക്ക് യുവർ പ്രൊഫൈൽ, ദ ഓപ്ഷൻസ്, ഓർ എൽസ് നിങ്ങളുടെ ഒരു 20 പേരെയും കൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറയൂ, ദേ വിൽ ടേക്ക് ഡൗൺ വിത്തിൻ 24 hours. ദിസ് ഇസ് ദ ഓൺലി ഓപ്ഷൻ. ഞാൻ പറഞ്ഞു, ഐ കാൺട്ട് ലോക്ക് മൈ പ്രൊഫൈൽ, വൈ ഷുഡ് ഐ ലോക്ക് മൈ പ്രൊഫൈൽ? സോ ദിസ് ഇസ് ഹൗ ടു മെനി ഫേക്ക് അക്കൗണ്ട്സ്. എനിക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പം എൻ്റെ അത് മാത്രമല്ല, പക്ഷെ കുറേ സ്ത്രീകൾ അറിഞ്ഞുകൊണ്ട് അമളിയിൽ വിടുന്നുണ്ട്. ഈ ലിങ്ക് വരും, അപ്പോൾ അതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യും. പിന്നെ ഫോട്ടോസിൻ്റെ അടിയിൽ ഈ ഹാഷ്ടാഗ് എന്തിനാണ് ഇടണമെന്ന് ചിലവർക്ക് വലിയ ബോധമൊന്നുമില്ല. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് വെരി ഡേഞ്ചറസ്. ഒരു ഫോട്ടോൻ്റെ റീച്ച് കൂട്ടൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദ കൈൻഡ് ഓഫ് ഹാഷ്ടാഗ് യു യൂസ്. സിഡക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടക്ക് എന്നൊക്കെ ഇങ്ങനെ ഇടും. എന്നിട്ട് അവസാനം ഇവൻ വേറെ സ്ഥലത്ത് എൻ്റെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളവും. അത് ഇട്ടപ്പോൾ ആലോചിച്ചില്ല. സോ ഇറ്റ്സ് ഓൾ എ പബ്ലിസിറ്റി സ്റ്റണ്ട്. ചിലവർക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്, ചിലവർ അറിയാതെ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓൾ പാർട്ട് ആൻഡ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അവരുടെ വിചാരം ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ബോൾഡായിട്ട് സംസാരിക്കുന്നവർ ചിലപ്പോൾ അവൈലബിൾ ആയ, ഇറ്റ്സ് ഓൾ അവരുടെ ധാരണ. അപ്പം നമുക്ക് പറയാൻ പറ്റാവുന്ന രീതിയിൽ ചേട്ടാ ചേച്ചി നടക്കില്ല. പിന്നെ ചിലർ എന്താ അബ്യൂസീവ് കമൻറ്റ്സ് അയക്കുന്നുണ്ട് എന്നാണ് കുറേ പേര് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അബ്യൂസീവ് കമൻറ്റ് ഒരു തവണ അയക്കുള്ളൂ, ബ്ലഡി തിരിച്ച് അവൻ്റെ അച്ഛനടക്കം വെച്ചിട്ട് തിരിച്ചങ്ങോട്ട് പറയണം. ഇതാണ് ഈ മെന്റർ ആവുക എന്ന് പറഞ്ഞാലല്ലേ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അല്ല, തിരിച്ചങ്ങോട്ട് പറയണം. പറഞ്ഞിട്ടില്ലേ, ദിസ് പീപ്പിൾ നോ സംടൈംസ് ഐ എം നോട്ട് സേയിങ്. ഞാൻ പരമാവധി ഗ്രൗണ്ടഡ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യാറുള്ളൂ, മാക്സിമം താന്നിട്ട്. പക്ഷെ ചില സമയത്തുണ്ടല്ലോ, വി ആർ ഹ്യൂമൻ ബീങ്സ്, വി കാൺട്ട് ബി ഗോഡ്സ് ഓൾ ദ ടൈം അല്ലേ. ചില സമയത്ത് യു ഗോ ഔട്ട് ഓഫ് യുവർ മൈൻഡ്. യു നോ, പീപ്പിൾ ഡോണ്ട് ഈവൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഓൾസോ എ മദർ, അല്ലെങ്കിൽ യു ആർ ഓൾസോ ഹ്യൂമൻ ബീങ്. അത് മതി, മദർ കുട്ടി അതൊന്നും നോക്കണ്ട, യു ജസ്റ്റ് എ ഹ്യൂമൻ ബീങ്. എൻ്റെ പൂച്ചയെ വെച്ചിട്ട് ഞാനൊന്ന് ഉമ്മ വെച്ചതിന് എനിക്ക് വന്ന കമൻറ്റ് കാണണം, ആ ഉമ്മ എനിക്ക് കിട്ടിയില്ലല്ലോ. കെൻ യു ഇമാജിൻ? ദിസ് ഈസ് ഹൗ ദി സിറ്റുവേഷൻ, ദിസ് ഹാപ്പൻസ്, ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ്. ഐ ഹാവ് ഡോക്യുമെൻറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി കാണുന്നതാണ്. ഇപ്പം എനിക്ക് മാത്രമാവില്ല, ചില സ്ത്രീകൾ പറയില്ലായിരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞു. നിർത്താം. സന്തോഷമായോ? മതിയായില്ലേ? അതല്ല ഇത്